നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. വായുടെ ആരോഗ്യം നമ്മുടെ ശാരീരാരോഗ്യത്തിന്റെ പ്രതിഫലനമാണ്. വായുടെ ആരോഗ്യാവസ്ഥയും ശരീരത്തിന്റെ പൊതുവായ ആരോഗ്യസ്ഥിതിയും തമ്മിൽ ഏറെ ബന്ധമുണ്ട്. വായുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം ചേരുന്നത് കോട്ടയം ഗവൺമെന്റ് ഡെന്റൽ കോളേജിലെ പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ വിവേക് നാരായണനാണ്. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ, വായുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം എത്രത്തോളമാണ്? ദന്താരോഗ്യം കൃത്യമായി സംരക്ഷിക്കണമെന്ന് പറയുന്നതിന്റെ പ്രസക്തി എന്താണ്? ഡോക്ടർ കേൾക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വായുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം എത്രത്തോളമാണ്? അതുപോലെ ദന്താരോഗ്യം കൃത്യമായി സംരക്ഷിക്കണം എന്ന് പറയുന്നതിന്റെ പ്രസക്തി എത്രയാണ്? കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. നല്ല ചോദ്യമാണ് ചോദിച്ചത്. എപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ മലയാളികൾ എന്ന് പറയുന്നത് വളരെ ഉയർന്ന ആരോഗ്യ ചിന്തയുള്ളവരാണ്. എന്നാൽ തന്നെയും ഒരു ശരാശരി മലയാളി പലപ്പോഴും വായിലെ ആരോഗ്യത്തിന് വേണ്ടത്രയും പരിഗണന നൽകാറില്ല. ഇപ്പൊ പഴമക്കാരൊക്കെ പറയും, മുഖം മനസ്സിന്റെ കണ്ണാടിയാന്നൊക്കെ പറയുന്ന പോലെ ശരീരത്തിന്റെ ബാധിക്കുന്ന അസുഖങ്ങളിൽ വായയുടെ പങ്ക് വളരെ വലുതാണ്. വായയിലാണ് പലപ്പോഴും പല അസുഖങ്ങളുടെയും ആദ്യ ലക്ഷണങ്ങളെല്ലാം കണ്ടു തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ പല്ലുകളുടെ മാത്രമല്ല, വായിലെ പൊതുവായ ആരോഗ്യം ശ്രദ്ധിക്കുന്നത് കൊണ്ട് എപ്പോഴും ശരീരത്തിന് നല്ലതേ വരുള്ളൂ. പല്ലുകളുടെ ആരോഗ്യം എടുത്തു പറയേണ്ടതാണ്. പല്ലുകള് ഒരു ഇൻഡിവിജ്വലിന്റെ ആത്മവിശ്വാസത്തിനും ആരോഗ്യത്തിനും, നന്നായി ഭക്ഷണം ചവച്ച് അരച്ച് കഴിക്കുന്നതിനും ഒക്കെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ പല്ലിന്റെയും വായിലെ മറ്റ് ഘടകങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ, വായിലെ ഇത്തരം പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? പലപ്പോഴും വായിലെ പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് എല്ലാം വായിലും പല്ലുകൾക്കും ചുറ്റുമറ്റി തന്നെയാണ് ഇരിക്കുക. ഉദാഹരണത്തിന് കേടുള്ള പല്ലുകൾ നമുക്ക് എടുക്കാം. ഏറ്റവും സാധാരണമായി കാണുന്ന ദന്തപ്രശ്നം എന്ന് പറയുന്നത് ദന്തക്ഷയമാണ്, പല്ലിലെ കേടാണ്. അപ്പൊ ആ കേട് പലപ്പോഴും ആദ്യഘട്ടങ്ങളിൽ വളരെ ലളിതമായി ചികിത്സിക്കാമെങ്കിലും പലപ്പോഴും രോഗികൾ ആരും തന്നെ ഡോക്ടറെ സമീപിക്കാറില്ല. തുടർന്ന് ഇത് പല്ലിന്റെ ഉള്ളിലേക്ക്, പൾപ്പ് എന്ന് പറയുന്ന പല്ലിന്റെ രക്തയോട്ടവും നെർവ് സപ്ലൈയും ഉള്ള ഭാഗത്തേക്ക് കേടെത്തുമ്പോൾ മാത്രമാണ് നല്ല ശക്തിയായിട്ടുള്ള വേദന വരുന്നത്. അപ്പോഴും നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് കുറച്ച് കോംപ്ലിക്കേഷൻസിലേക്ക് നയിക്കാം. ഉടനെ തന്നെ അത് വായിൽ പഴുപ്പുണ്ടാക്കാം. അതിനെ നമ്മൾ ആപ്സസ് എന്നൊക്കെ പറയും. ഇത് കൂടാതെ വായിലെ പല പ്രശ്നങ്ങൾക്കും ശരീരത്തിൽ ദൂരവ്യാപകമായ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടെന്നാണ് കഴിഞ്ഞ ഒരു 25 കൊല്ലത്തെ പഠനങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും പ്രമേഹം ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ പ്രമേഹ രോഗികളുടെ ബ്ലഡ് ലെവലുകൾ കൺട്രോൾ ചെയ്യുന്നതിന് മോണരോഗങ്ങൾക്ക് ഒരുപാട് വലിയ പങ്ക് വഹിക്കാറുണ്ട്. വായിലെ ശുചിത്വമില്ലായ്മ ഉള്ളത് കൊണ്ട് തന്നെ പ്രമേഹത്തിന്റെ കൺട്രോൾ കുറയുകയും, എന്നാൽ വായിലെ ശുചിത്വം ബെറ്റർ ആകുമ്പോൾ അത് പ്രമേഹത്തെ കൺട്രോളിനെ നന്നായി ബാധിക്കുകയും ചെയ്യും. ഇത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ വായിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് പൊതുവായ ആരോഗ്യത്തിന് പ്രതികൂലമായി തന്നെയാണ് പലപ്പോഴും വരാറുള്ളത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതെല്ലാം പൊട്ടൻഷ്യൽ സോഴ്സസ് ഓഫ് ഇൻഫെക്ഷൻ ആണ്. വായിലെ പല ഭാഗങ്ങളും ഇൻഫെക്ഷന് നമ്മൾ അൺട്രീറ്റഡ് ആയിട്ട് വിട്ടാൽ പലപ്പോഴും അത് ഒരു ദൂര സ്ഥലങ്ങളിൽ പോലും ഇൻഫെക്ഷന് ഒരു കാരണമായേക്കാം. ഡോക്ടർ, വായിലെ രോഗങ്ങൾ, ദന്തരോഗങ്ങളും മോണരോഗങ്ങളും ഒരു പരിധിവരെ എങ്ങനെ തടയാൻ സാധിക്കും? അതിനായി പൊതുവെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മോണരോഗം നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് ദന്തക്ഷയം ഒരു പരിധി കഴിയുമ്പോഴെങ്കിലും പലപ്പോഴും രോഗലക്ഷണം ഉണ്ടാവും. അത് ബാധിക്കപ്പെടുന്ന പല്ലിലെ ഒരു ചെറിയ പുളിപ്പോ വല്ലതൊക്കെ വരും. പക്ഷെ മോണരോഗം പൊതുവെ ലക്ഷണങ്ങൾ ഉണ്ടാക്കാറില്ല. ബ്രഷ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ബ്രഷ് ചെയ്തിട്ട് തുപ്പുന്ന സമയത്ത് അതിൽ രക്തത്തിന്റെ അംശം ഉണ്ടാകാം. പലപ്പോഴും ആരും അത് ശ്രദ്ധിക്കാറ് പോലുമില്ല. എന്നാൽ അതൊരു പ്രധാന കാര്യമാണ്. മോണരോഗം ഉണ്ട് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന, മോണയിൽ വീക്കമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നല്ല കാര്യം ഈ ബ്രഷ് ചെയ്ത് തുപ്പുമ്പോൾ അതിനകത്ത് രക്തത്തിന്റെ അംശം ഉണ്ടോ എന്നുള്ളത്. അപ്പൊ എങ്ങനെ പരിപാലിക്കാം എന്ന് പറഞ്ഞാൽ, പല്ലുകൾക്ക് നമ്മൾ ഒരുപാട് ചെലവ് വെച്ച് അതിനെ പരിചരിക്കേണ്ട കാര്യമില്ല. നല്ലൊരു ബ്രഷ്, 2 നേരം മൃദുവായിട്ടുള്ള സോഫ്റ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ടുള്ള ബ്രഷിങ്, ഫ്ലൂറൈഡ് അടങ്ങിയ പേസ്റ്റ് വെച്ചിട്ടുള്ള ബ്രഷിങ്, ശരിയായ രീതിയിലുള്ള ബ്രഷിങ്, വെറുതെ പല്ല് തേക്കലല്ല, അതിന്റെ ശരിയായ രീതിയിലുള്ള പല്ല് തേക്കൽ 2 നേരം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല പ്രതിരോധ മാർഗം. രണ്ടാമതൊരു കാര്യം, ഒരു വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും 6 മാസത്തിൽ ഒരിക്കൽ ഒരു പ്രൊഫഷണൽ ഡെന്റിസ്റ്റിനെ കണ്ട് വായിലെ ആരോഗ്യം ഒന്ന് വിലയിരുത്തുന്നതും വളരെ ഗുണകരമായിരിക്കും.
വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, വായിൽ സാധാരണ വരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്? പല്ലുമായും മോണയുമായും ബന്ധപ്പെട്ട് ഇത്തരം രോഗങ്ങൾ ഇപ്പോൾ കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ടോ? ഉറപ്പായിട്ടും ആഗോളതലത്തിൽ തന്നെ ശരീരത്തിനെ ഏറ്റവും കൂടുതൽ അസുഖം ബാധിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് പല്ലുകളാണ്. നമുക്ക് തമാശയായിട്ട് പറയാം, അത് വായിലൊരു 10-32 പല്ലുള്ളത് കൊണ്ട് എപ്പോഴും അസുഖം ഉണ്ടാവും. എന്നാൽ തന്നെ വളരെ കോമൺ ആയിട്ടുള്ള അസുഖങ്ങളിൽ പെട്ടതാണ് ദന്തക്ഷയവും അതുപോലെ മോണരോഗവും. ലോകത്തെ എവിടെ നോക്കിയാലും ഈ അസുഖങ്ങൾ വളരെ സാധാരണമാണ്. അപ്പൊ അതിനകത്ത് ഈ രണ്ട് അസുഖങ്ങളും നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ ഒരുപാട് മാർഗങ്ങൾ ഉണ്ടെങ്കിലും പലപ്പോഴും അതിലേക്ക് ശ്രദ്ധ വരാറില്ല. ഇതിന്റെ ഒരു അവസാന ഘട്ടത്തിൽ എത്തിക്കഴിയുമ്പോൾ ചികിത്സ വളരെ ചെലവേറിയതായി മാറുന്നു. ഇപ്പൊ ദന്തക്ഷയവും മോണരോഗവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അസുഖങ്ങൾ. അത് കൂടി വരുന്നതായിട്ടും തന്നെയാണ് കാണുന്നതും. ദന്തക്ഷയം ഒരു പരിധി വരെ അല്പം കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ ദന്തക്ഷയം ഒരു വായിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ കുറെ നാൾ കിടക്കും. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ ഇനാമൽ ഒരിക്കൽ സൃഷ്ടിച്ചു കഴിഞ്ഞ് വായിലേക്ക് പല്ല് മുളച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ പിന്നെ ഇനാമൽ ബോഡിക്ക് ഒരിക്കലും സൃഷ്ടിക്കാനോ റീജനറേറ്റ് ചെയ്യാനോ പറ്റില്ല. അതുകൊണ്ട് തന്നെ ദന്തക്ഷയം ബാധിച്ചു കഴിയുമ്പോൾ പിന്നെ ഡെന്റിസ്റ്റുമാർ ഉപയോഗിക്കുന്ന കൃത്രിമമായ മരുന്നുകൾ ഉപയോഗിച്ച് പല്ല് അടയ്ക്കുക എന്നുള്ള തലത്തിലേക്ക് പോകും. അതുകൊണ്ട് ചികിത്സ എപ്പോഴും ചെലവ് കൂടിക്കൊണ്ടിരിക്കും. വ്യക്തമാണ് ഡോക്ടർ. നമ്മൾ എന്തൊക്കെ ലക്ഷണങ്ങൾ കണ്ടാൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്? എങ്ങനെ നേരത്തെ തിരിച്ചറിഞ്ഞ് ഈ അസുഖങ്ങളെ ചികിത്സിക്കാം? ദന്തക്ഷയം ഏറ്റവും സാധാരണമായിട്ടും ബാധിക്കുക വായിലെ പുറകുവശത്തുള്ള ചവയ്ക്കുന്ന പല്ലുകളെയാണ്. എഗെയിൻ കുട്ടികളിലും മുതിർന്നവരിലും രണ്ട് രീതിയാണ്. കുട്ടികളിൽ പൊതുവെ മുകൾ നിരയിലെ പല്ലുകൾ, ചിരിക്കുമ്പോൾ മുകൾ നിരയിൽ ഫ്രണ്ടിൽ കാണുന്ന പല്ലുകളിൽ ചെറിയ കറുത്ത പൊട്ടുകൾ അല്ലെങ്കിൽ സാധാരണയിൽ അധികം വെളുത്ത ഭാഗങ്ങളുണ്ടോ, നിറവ്യത്യാസമുണ്ടോ എന്ന് ശ്രദ്ധിക്കാം. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്ത് അല്ലെങ്കിൽ അത് കഴിഞ്ഞ ഉടനെ തന്നെ പല്ലുകളൊന്ന് വൃത്തിയാക്കി പല്ലുകളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ദന്തക്ഷയത്തിന്റെ വളരെ നേരത്തെയുള്ള മാറ്റങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഘട്ടത്തിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ചികിത്സ ചെയ്യുക അല്ലെങ്കിൽ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ചാൽ ഇത് മുമ്പോട്ട് പോകുന്നതിന് നമുക്ക് തടയാൻ പറ്റും. മുതിർന്നവരിലാണ് ഞാൻ പറഞ്ഞത്, ചവയ്ക്കുന്ന പല്ലുകളിലാണ് ദന്തക്ഷയം ഏറ്റവും സാധാരണമായിട്ടും വരുന്നത്. പുറകിലുള്ള പല്ലുകളായ നമ്മൾ മോളാർ ടീത്ത് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന അണപ്പല്ലുകൾക്ക് നടുക്ക് ചവയ്ക്കുന്ന ഭാഗത്ത് കറുത്ത പൊട്ടായിട്ടാണ് പലപ്പോഴും ദന്തക്ഷയം കാണാറുള്ളത്. ആ ഘട്ടത്തിൽ തന്നെ വേദനയോ പുളിപ്പോ ഒന്നും ഉണ്ടാവാറില്ല. പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ചില ഭക്ഷണ പദാർത്ഥങ്ങൾക്ക്, പ്രത്യേകിച്ചും തണുത്ത ആഹാരങ്ങൾ കുടിക്കുമ്പോൾ, തണുത്ത പാനീയങ്ങൾ കുടിക്കുമ്പോൾ ചെറിയൊരു പുളിപ്പ്, ചോക്ലേറ്റ് അതുപോലെ മധുരം കഴിക്കുമ്പോൾ ചെറിയൊരു പുളിപ്പ് അനുഭവിച്ചാൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഉടൻ തന്നെ ചികിത്സ തേടേണ്ടതുമാണ്. ഡോക്ടർ, വായുടെ ആരോഗ്യം നിലനിർത്തുന്നതിൽ മോണയുടെ ആരോഗ്യം എത്രത്തോളം സഹായകരമാണ്? അതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? നോക്കൂ, പല്ലുകൾ വായിൽ നിലയുറപ്പിക്കുന്നത് അസ്ഥികളിലെ സോക്കറ്റുകളിലുള്ളിലാണ്. അപ്പൊ ഈ സോക്കറ്റ് എന്ന് പറയുന്നത് അസ്ഥിക്കകത്തിരിക്കുന്ന കുഴി പോലത്തെ കാര്യങ്ങളാണ്. ഓരോ പല്ലും ഇരിക്കുന്നത് അതിൻ്റെതായ സോക്കറ്റിലാണ്. എന്നാൽ ഈ പല്ലുകളെ ഈ സോക്കറ്റിലേക്ക് ഫിക്സഡ് ആയിട്ടല്ല പ്രകൃതി സൃഷ്ടിച്ചിരിക്കുന്നത്. പകരം ആ പല്ലുകളെ കയറ് പോലത്തെ കൊളാജൻ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഫൈബേഴ്സ് വെച്ചിട്ടാണ് പല്ലുകൾ ഈ ബോണിനകത്ത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കടിക്കുമ്പോഴൊക്കെ പല്ലുകൾ ചെറുതായിട്ട് അനങ്ങുകയും നമുക്ക് കല്ല് കടിക്കുമ്പോൾ ആ പ്രത്യേക സെൻസേഷനൊക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് ഈ മോണ കൊണ്ടാണ്. അപ്പൊ ഈ മോണ എന്ന് അതിനെ കവർ ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് വായിൽ കാണാൻ പറ്റുന്ന പിങ്ക് അല്ലെങ്കിൽ റെഡ് ആയിട്ടിരിക്കുന്ന ഭാഗം. എന്നാൽ ഈ മോണയാണ് പല്ലിന്റെ എന്താ പറയാ ഫൗണ്ടേഷൻ എന്ന് നമുക്ക് വിശേഷിക്കാവുന്ന കാര്യം. അപ്പൊ അതിൽ വരുന്ന അസുഖങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിനെ പരിപാലിക്കണം. ഇങ്ങനെയാണ് മോണരോഗങ്ങൾ തുടങ്ങുന്നത്. പലപ്പോഴും പല്ലിന്റെ താഴ്ഭാഗത്തെ പല്ലിനോട് ചേർന്ന് നിൽക്കുന്ന മോണയിലാണ് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഭക്ഷണത്തിന്റെ ഒരു പാട, വളരെ നേരിയ ഒരു തരത്തിലൊരു പാട പല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കും. അതിനെ നമുക്ക് ഒരിക്കലും അത് തന്നെ അലിഞ്ഞു പോവില്ല, ബ്രഷ് ചെയ്ത് തന്നെ കളയണം. അപ്പൊ അവിടെ തുടങ്ങുന്നു മോണരോഗത്തിനെ പ്രതിരോധിക്കുന്ന കാര്യങ്ങൾ. ഡോക്ടർ, നമുക്ക് മറ്റു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വായുമായി ബന്ധപ്പെട്ട് പല ഗുരുതര രോഗങ്ങളും ഉണ്ടല്ലോ. അതിൽ വായിലെ ക്യാൻസറിനെ കുറിച്ച് കൂടി കൂടുതൽ അറിയേണ്ടതുണ്ട്. ഇത് കൂടി വരുന്ന ഒരു സാഹചര്യമാണോ? എങ്ങനെ ഇത് തുടക്കത്തിൽ തന്നെ കണ്ട് തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാൻ സാധിക്കും?
വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് അവതാരക ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. വായിലെ ക്യാൻസർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭാഗത്തെ ഗ്ലോബിലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ വളരെയധികം സാധാരണമായി കാണുന്ന ക്യാൻസറുകളിൽ ഒരെണ്ണമാണ് വായിലെ ക്യാൻസർ. ഇന്ത്യയിൽ, ഭാരതത്തിൽ അത് പുരുഷന്മാരിൽ രണ്ടാമതായിട്ട് ലങ് ക്യാൻസറിന് ശേഷം, ശ്വാസകോശ ക്യാൻസറിന് ശേഷം ഏറ്റവും സാധാരണമായി കാണുന്ന ക്യാൻസർ എന്ന് പറയുന്നത് വായിലെയും തൊണ്ടയിലെയും ക്യാൻസറുകളാണ്. അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. വായിലെ ക്യാൻസറിന്റെ പ്രധാന കാരണം എന്ന് പുകയിലയുടെ ഉപയോഗമാണ്. അത് സിഗരറ്റ് ആയിക്കോട്ടെ, ബീഡി ആയിക്കോട്ടെ, ആ തരത്തിലുള്ളതാകാം. അല്ലെങ്കിൽ പുകയാത്ത പുകയില എന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കുന്ന മുറുക്ക്, വെറ്റില മുറുക്ക്, അല്ലെങ്കിൽ മാവ, അല്ലെങ്കിൽ ഹൻസ്, പല രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പോഴും അവൈലബിൾ ആണ്. ഇത് തന്നെയാണ് വായിലെ ക്യാൻസർ ഉണ്ടാവുന്നതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള തടയാവുന്ന മുഖ്യ കാരണം. അതിലേക്ക് സമൂഹത്തിന്റെ എല്ലാ വശങ്ങളിൽ നിന്നും ഉള്ള പ്രവർത്തനം കൊണ്ട് മാത്രമേ നമുക്ക് സമൂഹത്തിലെ ഈ പുകയില എന്നുള്ള വിപത്തിൽ നിന്നും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വായിലെ ക്യാൻസറിന്റെ പ്രത്യേകത വളരെ വളരെ സിമ്പിളായി ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ പരിശോധിക്കാവുന്ന ഒരു ഭാഗമാണ് വായ. നല്ലൊരു ടോർച്ച് വെച്ച് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ വായുടെ പല ഭാഗങ്ങളും ശ്രദ്ധിക്കുക. നാക്ക്, അണ്ണാക്ക്, കവിൾ, ഈ ഭാഗങ്ങളെല്ലാം തന്നെ ലൈറ്റ് അടിച്ച് നോക്കിയാൽ സാധാരണയിലും വ്യത്യാസമുള്ള കളർ, അത് വെളുത്ത കളറിലുള്ള പാടുകളാകാം, അല്ലെങ്കിൽ ചുമപ്പ് നിറത്തിലുള്ള പാടുകളാകാം, അല്ലെങ്കിൽ വ്രണങ്ങളാകാം, ഉണങ്ങാത്ത വ്രണങ്ങൾ. 2 ആഴ്ചയിലും അധികമായി വായിൽ ഉണങ്ങാത്ത വ്രണങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉടനടി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അത് പലപ്പോഴും ക്യാൻസർ ആവാറില്ല, മറ്റ് അസുഖങ്ങളാകാം. എന്നാലും 2 ആഴ്ചയിൽ കൂടുതൽ വായിലോ നാക്കിലോ ചുണ്ടിലോ ഒക്കെ ഉണങ്ങാത്ത വ്രണങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഡോക്ടർ, വ്യക്തമാണ്. നമ്മുടെ കൂടെ ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്ന് ലിസിയാണ്. ലിസി, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, എന്റെ പല്ല് എടുത്തു കഴിഞ്ഞിട്ട് അത് പുളിക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്തെ പല്ല്, എന്റെ പല്ല് എടുത്തു കഴിഞ്ഞിട്ട് അപ്പുറത്തെ പല്ല് പുളിക്കുക, എന്നിട്ട് പോയിട്ട് റൂട്ട് കനാൽ ചെയ്തു, പിന്നെയും പുളിക്കുന്നുണ്ട്. റൂട്ട് കനാൽ കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി? കനാൽ കഴിഞ്ഞിട്ട് ഇപ്പൊ 2 മാസമായി. 2 മാസമായി. നോക്കൂ, അപ്പം നമുക്ക് വേണ്ടത് പല്ലിന് എന്തുകൊണ്ട് പുളിപ്പ് വന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ ലിസി പറയുന്നത് വ്യക്തമാണ്. തൊട്ടടുത്ത പല്ലിലും ദന്തക്ഷയം ഉണ്ടായിരുന്നു കാണും, അതുകൊണ്ടായിരിക്കും അത് റൂട്ട് കനാലിലേക്ക് എത്തിയത്. കൂടാതെ ഏതെങ്കിലും പല്ലിൽ തേയ്മാനം ഉണ്ടോ എന്നുള്ളതും കൂടെ പരിശോധിക്കേണ്ടതാണ്. അപ്പൊ മധ്യവയസ്കരിൽ പ്രത്യേകിച്ച് തേയ്മാനം പല്ല് പുളിപ്പിന് കാരണമാകാവുന്ന ഒന്നാണ്. അതിന് തടയാവുന്ന ഒരു നിരവധി പേസ്റ്റുകളുണ്ട്. അപ്പൊ ഏത് പേസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത് ലിസി? കോൾഗേറ്റ്. അതിൽ തന്നെ പുളിപ്പ് കുറയ്ക്കാനുള്ള പ്രത്യേക മരുന്നുകളുള്ള പേസ്റ്റ് ധാരാളമുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് 2 ആഴ്ചയിൽ പുളിപ്പ് കുറയുന്നുണ്ടെങ്കിൽ അത് തേയ്മാനം കൊണ്ടാവാനാണ് കൂടുതൽ സാധ്യത. അല്ലെങ്കിൽ വീണ്ടും ഒന്ന് പരിശോധിക്കേണ്ടി വരാം. ആ ഒരൊറ്റ പല്ലിന്ന് തന്നെയാണോ പുളിപ്പ് തോന്നുന്നത്? ഒറ്റ പല്ലിന്ന് തന്നെയാണോ പുളിപ്പ് തോന്നുന്നത്? വേറെ ഏതെങ്കിലും പല്ലിന്റെ അപ്പുറത്തെ പല്ലാണ് റൂട്ട് കനാൽ ചെയ്തത്, ആ പല്ലിൽ തന്നെയാണ് പുളിപ്പ് വരുന്നത്. ആ പല്ലിന് തന്നെയാണ് എന്ന് ഒന്നും കൂടി ഡെന്റിസ്റ്റിന്റെ അടുത്ത് ചെന്ന് ഉറപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന് വ്യക്തമായ കാരണം എന്താണെന്നുള്ളത് ഒരു എക്സ്റേ എടുത്താൽ നമുക്ക് മനസ്സിലാവുന്നു. ശരി ഡോക്ടർ, പ്രേക്ഷകർക്ക് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, വായുടെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം? അതിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? അതുപോലെ ശരിയായ രീതിയിൽ എങ്ങനെ ബ്രഷ് ചെയ്യാം? അതെ, നമ്മൾ അത് പറഞ്ഞു തുടങ്ങുകയായിരുന്നു. അപ്പം വായിലെ ആരോഗ്യം ഒരു വ്യക്തിഗതമായി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ 2 നേരം നല്ല രീതിയിൽ പല്ല് തേക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഞാൻ നേരത്തെ പറഞ്ഞു, മരുന്നുകൾ കൊണ്ടല്ല നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുക, പകരം മെക്കാനിക്കൽ ആയിട്ടുള്ള ടൂത്ത് ബ്രഷിംഗ് കൊണ്ടാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും പേസ്റ്റ് ഏതാണ് എന്ന് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്. പക്ഷെ ബ്രഷിൽ പലപ്പോഴും ശ്രദ്ധ ചെല്ലാറില്ല. ഒരുപക്ഷെ ചിലപ്പം ബ്രഷുകളെ കുറിച്ചുള്ള പരസ്യം ടി-വിയിൽ വളരെ കുറവായിരിക്കും, അതുകൊണ്ടായിരിക്കാം. ബ്രഷിന്റെ സെലക്ഷൻ വളരെ പ്രധാനമാണ്. സോഫ്റ്റ് അല്ലെങ്കിൽ മീഡിയം ആയിട്ടുള്ള നാരുകൾ അടങ്ങുന്ന ബ്രഷ് സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ വാങ്ങുമ്പോൾ തന്നെ നമുക്കത് ബ്രഷിന്റെ പാക്കറ്റിന്റെ മറുവശത്ത് ഇപ്പൊ മിക്ക കമ്പനീസും സോഫ്റ്റ് ആണോ എന്നുള്ളത് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ എപ്പോഴും എല്ലാവരും തന്നെ ഒരു സോഫ്റ്റ് ടൂത്ത് ബ്രഷ് അല്ലെങ്കിൽ മീഡിയം, ഹാർഡ് യാതൊരു കാരണവശാലും ഉപയോഗിക്കേണ്ടതില്ല. അങ്ങനെ ഒരു ബ്രഷാണ് സെലക്ട് ചെയ്യേണ്ടത്. നാക്കിന്റെ ക്ലീനിങ് വളരെ പ്രധാനമാണ്. അത് നമുക്ക് ബ്രഷിന്റെ നാരുകൾ തന്നെ ഉപയോഗിക്കുകയോ അല്ലെ ടങ് ക്ലീനേഴ്സ് ഉപയോഗിക്കുന്നതും റെക്കമെൻഡഡ് ആണ്, യാതൊരു തെറ്റുമില്ല. ഏത് പേസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഫ്ലൂറൈഡ് അടങ്ങിയ പേസ്റ്റ് തന്നെ ഉപയോഗിക്കണം
എന്നാണ് ഞങ്ങളുടെ ശുപാർശ. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ദന്തക്ഷയം തടയുന്നതിന് നമുക്ക് ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് ഫ്ലൂറൈഡ് അടങ്ങിയ പേസ്റ്റാണ്. അപ്പോ ഇതുകൊണ്ട് 2 നേരം പല്ല് തേക്കുക. പല്ല് തേക്കുമ്പോൾ നമുക്ക് 2 തൊട്ട് 3 മിനിറ്റ് എങ്കിലും നമുക്ക് രാവിലെയും വൈകിട്ടും ഇതിനു വേണ്ടി മാറ്റി വെക്കണം. തീർച്ചയായിട്ടും രാത്രിത്തെ പല്ല് തേക്കുന്നത് വളരെ പ്രധാനമാണ്. രാവിലത്തെ തേക്കുന്നതിനേക്കാളും കൂടുതൽ പ്രാധാന്യം രാത്രി പല്ല് തേക്കുന്നതിനാണ് എന്നുള്ളത് ഒന്നും കൂടി ഓർപ്പിക്കും. ബ്രഷ് ചെയ്യേണ്ട വിധം എന്ന് പറയുന്നത് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പല്ലും മോണയും ചേരുന്ന ഭാഗത്തുള്ള ക്ലീനിങ് ആണ് ഏറ്റവും പ്രാധാന്യം. അതിന്റെ കൂടെ തന്നെ ചവയ്ക്കുന്ന ഭാഗത്തും നന്നായി പല്ലുകൾ തേക്കുക. പല്ലുകളുടെ ഇടഭാഗം ശ്രദ്ധിച്ചും ഓരോ പല്ലും ഒരു സമയത്ത് 2 3 പല്ല് മാത്രം വായുടെ ഒരറ്റത്ത് തുടങ്ങി മറ്റേ അറ്റത്തേക്ക് പോകുന്നു, താഴെ വരുന്നു, അതേപോലെ വായുടെ ഉൾഭാഗത്ത് തേക്കുന്നു, അവസാനമായി നാക്ക് ക്ലീൻ ചെയ്യുന്നു. ഇങ്ങനെ ഒരു 2.5 മിനിറ്റ് 3 മിനിറ്റ് വീതം രാവിലെയും വൈകിട്ടും ശ്രദ്ധിച്ചാൽ ഇതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം. ഇതിന്റെ കൂടെ ഒരു കാര്യവും കൂടി, നല്ല ഫൈബർ കണ്ടന്റ് ഉള്ള ആഹാരവും വായിലെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. വ്യക്തമാണ് ഡോക്ടർ. നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ചേർത്തലയിൽ നിന്ന് ദിലീപാണ്. ദിലീപ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ പറഞ്ഞോളൂ സാറേ, ദിലീപ്. കേക്കാവോ? സാറേ, എനിക്ക് ഈ കേക്കാം. തണുത്ത വെള്ളം, അല്ലെങ്കിൽ ഐസ്ക്രീം, ഇതൊക്കെ കഴിക്കുമ്പോഴേ ഭയങ്കര പുളിപ്പ് അനുഭവപ്പെടാറുണ്ട്. പക്ഷെ വേറെ എനിക്ക് പല്ലിന് കേടോ അതല്ലെങ്കിൽ എന്റെ പല്ലിന് ഇതുവരെ എടുത്തിട്ടില്ല, ഇത്തിലുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. മനസ്സിലായി. ഒരു പല്ലിന്നാണോ ഇത് അനുഭവിക്കുന്നത് അതോ പല പല്ലുകളിൽ നിന്നാണോ ദിലീപ്? ഈ മോണ ഭാഗത്തെ പല്ലിനാണ്. അതെ. അപ്പൊ ദിലീപ് തന്നെ പറഞ്ഞു എന്നോട് ഇത്തിള് പോലത്തെ ഭാഗം കാണുന്നുണ്ട് എന്നുള്ളത്. അത് സൂചിപ്പിക്കുന്നത് വായിലെ ചെറിയ ശുചിത്വക്കുറവ് കൊണ്ടാണ്. അപ്പൊ മോണരോഗത്തിന്റെ തുടക്കം കൊണ്ടാണ് ഈ ഇത്തിള് സാധാരണ കാണുക. ഇത്തിള് എന്ന് പറയുന്ന പ്രയോഗം കക്കാന്നും ചില ഭാഗത്ത് പറയാറുണ്ട്. അപ്പൊ അതൊരു നല്ല ക്ലീനിങ് കൊണ്ട് തന്നെ മാറും. അതുകൊണ്ട് തന്നെ പുളിപ്പ് മാറും. ഞാൻ നേരത്തെ പറഞ്ഞ പുളിപ്പ് കുറയ്ക്കുന്ന പേസ്റ്റുകൾ ഒന്ന് ഉപയോഗിച്ചാൽ അത് നല്ല ഉപയോഗമായിരിക്കും. ഒരു കാര്യം കൂടി ദിലീപ് ശ്രദ്ധിക്കണം. ഒരിക്കലും വളരെ അധികം ഫോഴ്സോട് വെച്ച് ബ്രഷ് ചെയ്യാതിരിക്കുക. ഒരു സോഫ്റ്റ് ബ്രഷ് തന്നെ എപ്പോഴും ഉപയോഗിക്കുക. വ്യക്തമായി വിചാരിക്കുന്നു ദിലീപ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ അവസാനം പറഞ്ഞു വെച്ചത് ദന്താരോഗ്യത്തിന് ആവശ്യമായ ഭക്ഷണക്രമങ്ങളെ കുറിച്ചാണ്. അതൊന്ന് വിശദീകരിക്കാമോ? അപ്പം ഇന്ന് ഈ ദന്തക്ഷയം എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതിന്റെ നമ്മുടെ ഒരു ധാരണ കാര്യമായി വ്യത്യാസം വന്നിട്ടുണ്ട്. പണ്ട് വായിലെ ശുചിത്വക്കുറവാണ് നമ്മൾ ഏറ്റവും പ്രധാന കാരണമായി വിചാരിച്ചെങ്കിൽ ഇന്ന് ദന്തക്ഷയത്തിന്റെ ഏറ്റവും സാധാരണമായ കാര്യം നമ്മൾ പറയുന്നത് കാർബോഹൈഡ്രേറ്റ്. അതായത് ഏത് വിധത്തിലുള്ള മധുര പലഹാരങ്ങളിലും ഈ ഒട്ടിപ്പിടിക്കുന്ന തരത്തിലുള്ള ആഹാരം, ഇതെല്ലാം തന്നെ ദന്തക്ഷയത്തിന് മുഖ്യ കാരണമാകുന്നു. ബ്രെഡ്, ബണ്ണ്, ക്രീം, ബിസ്ക്കറ്റ്, പല്ലിന്റെ പ്രതലത്തിൽ ഒട്ടിപ്പിടിക്കാവുന്ന എല്ലാ ആഹാരങ്ങളും പല്ലിന് പൊതുവെ കേടാണ്. മറിച്ച് ഫ്ലൂറൈഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ വളരെ നല്ലതാണ്. ഫൈബർ കണ്ടന്റ് ഉള്ള ഇറച്ചി, മീൻ അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, ഇതെല്ലാം തന്നെ വെജിറ്റബിൾസ്, ഇതെല്ലാം തന്നെ പല്ലിന് പൊതുവിൽ ആരോഗ്യം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. അമ്മയുടെ പാല് ഒരിക്കലും ദന്തക്ഷയം ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാക്കില്ല. പക്ഷെ നമ്മൾ കുറച്ച് വലുതായി കഴിയുമ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്ന പാലാണ് കുഞ്ഞു കുട്ടികളിൽ ഏറ്റവും കൂടുതൽ ദന്തക്ഷയം ഉണ്ടാക്കാനുള്ള ഡയറ്ററി ഫാക്ടറിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതെല്ലാം ഒഴിവാക്കും. വ്യക്തമാണ് ഡോക്ടർ. നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. എറണാകുളത്ത് നിന്ന് സാബു ആണ്. സാബു, ഡോക്ടറോട് ചോദിച്ചോളൂ. സാബു പറഞ്ഞോളൂ. നമസ്കാരം സാറേ. നമസ്കാരം സാബു. സാറേ നമസ്കാരം. ഞാൻ എനിക്ക് വേണ്ടിയല്ല, അമ്മയ്ക്ക് വേണ്ടിയാണ് സാറേ ചോദിക്കുന്നത്. അമ്മയ്ക്ക് 2-3 ദിവസമായിട്ട് മോണയില് ചെറുതായിട്ട് വീക്കവും ചെറിയൊരു പഴുപ്പില്ല സാറേ, പക്ഷെ എന്നാലൊരു വീക്കം വരുന്നുണ്ട്. അപ്പോ അമ്മ സാധാരണ നമ്മൾ ബ്രഷിങ് സാറി പറഞ്ഞ പോലെ തന്നെ രാത്രിയും പകലും ബ്രഷ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എങ്കിൽ പോലും ഇപ്പൊ അമ്മയ്ക്ക് മോണയുടെ ഇടത്തെ സൈഡിൽ നിന്ന് ചെറിയൊരു വേദനയും പിന്നെ ഇപ്പൊ ഒരു വീക്കം ഉണ്ട് സാറേ. അപ്പൊ ഡോക്ടറെ ഞങ്ങൾ കണ്ടിരുന്നു, എന്നാലും സാറിന്റെ പരിപാടി കണ്ടപ്പോഴത്തേനും വിളിച്ചതാ. എന്തെങ്കിലും അഡ്വൈസ് ഉണ്ടോ? അമ്മയ്ക്ക് പ്രമേഹം ഉണ്ടോ? പ്രമേഹം ഇല്ല സാറേ. മരുന്ന്, എന്തെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിക്കുന്ന ആളാണോ? ഇല്ല സാറേ, ഒന്നുമില്ല. ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് നമുക്ക് ചെറിയ മോണ വീക്കം എന്നുള്ളത് വളരെ സാധാരണമായിട്ടുള്ള ഒരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് അത് ചികിത്സിക്കാവുന്നതുമാണ്. പലപ്പോഴും അത് ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന ലക്ഷണങ്ങളെല്ലാം മോണവീക്കത്തിന്റെയാണ്. അത് മോണവീക്കത്തിന് കാരണം പല്ലില് ദ്വാരമുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു പുറമേക്കൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. എങ്കിലും അതൊരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് ചെന്ന് പരിശോധിക്കുക.
കൂടാതെ ഈ മോണരോഗത്തിന് ചികിത്സ ലഭ്യമാണ്. അത് ഡെന്റൽ ക്ലീനിങ് എന്ന് പറയുന്ന അതാണ് അതിന്റെ ഏറ്റവും ആദ്യഘട്ടത്തിലുള്ള ട്രീറ്റ്മെന്റ്. തുടർന്നും ട്രീറ്റ്മെന്റ് ആണ് എന്നുണ്ടെങ്കിൽ വേറെയും ഡീപ്പ് ആയിട്ടുള്ള ക്ലീനിങ്, അതുപോലെ തന്നെ ഫ്ലാപ്പ് സർജറികൾ, പല ട്രീറ്റ്മെന്റുകളും ഇതിന് ലഭ്യമാണ്. അതുകൊണ്ട് മോണരോഗം എന്ന് പറയുന്ന അസുഖം നമുക്ക് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് നമ്മുടെ തന്നെ പല്ലുകളെ മുന്നോട്ട് കൊണ്ടുപോകാവുന്ന ഒരു അവസ്ഥയാണ്. ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായി പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, ഇത്തരം ദന്തവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കുള്ള നൂതന ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും കൂടുതൽ പ്രോബബ്ലി അഡ്വാൻസ്മെന്റ്സ് നടക്കുന്ന ഒരു മേഖല തന്നെയാണ് ഡെന്റിസ്റ്റ്. പണ്ടൊക്കെ ലോകത്ത് പല ഭാഗങ്ങളിൽ നടക്കുന്ന അഡ്വാൻസ്മെന്റ്സ് കേരളത്തിലേക്ക് എത്താൻ ഒരുപാട് കാലമെടുക്കുമായിരുന്നു. എന്നാൽ ഇപ്പം മറിച്ച് എല്ലാം തന്നെ വളരെ പെട്ടെന്ന് നമ്മുടെ ഈ മേഖലയിലേക്ക് നടക്കുന്ന ഒരുപാട് അഡ്വാൻസ്മെന്റ്സും കേരളത്തിലാണ് പലപ്പോഴും വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതും അതിനെ തേടി എത്തുന്ന രോഗികളും അത് അപ്രീഷിയേറ്റ് ചെയ്യാറുമുണ്ട്. ഉദാഹരണത്തിന് ദന്തക്ഷയം കൊണ്ടുള്ള ഫില്ലിങ് ഇന്ന് വളരെ പല്ല് ഏതാണ്, ദന്തക്ഷയം ബാധിച്ച പല്ല് ഏതാണ്, അല്ലാത്ത പല്ല് ഏതാണെന്ന് വേർതിരിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കോസ്മെറ്റിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒരുപാടുണ്ട്. ഇപ്പൊ കോമ്പോസിറ്റ്സ് ആയാലും വെനീസ് ആയാലും അതെല്ലാം വെച്ച് നമുക്ക് ചികിത്സിച്ച് കഴിയുമ്പോൾ വളരെ എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു റിസൾട്ട് കൊടുക്കാൻ പറ്റാറുണ്ട്. അതുപോലെ തന്നെ മോണരോഗം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ ഡീപ്പ് ആയിട്ടുള്ള സർജറിനെ ലളിതമാക്കുന്ന തരത്തിലുള്ള ലേസർ ട്രീറ്റ്മെന്റ്, അതുപോലെ തന്നെ നമുക്ക് നോൺ സർജിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ തന്നെ വളരെയധികം കോമൺ ആണ്. പല്ലുകൾ നഷ്ടപ്പെട്ടാൽ അത് തിരികെ വെക്കാനായിട്ട് ഡെന്റൽ ഇംപ്ലാന്റ്സ് വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. ഡോക്ടർ, വ്യക്തമാണ്. ഈ കൊക്കക്കോള അതുപോലുള്ള പാനീയങ്ങൾ കുടിക്കുന്നത് വഴി നമ്മളെ ദന്താരോഗ്യത്തെ എത്രത്തോളം ബാധിക്കും? ഉറപ്പായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു, മധുരം കലർന്ന എന്ത് ആഹാരവും പല്ലിന് കേടാണ്. അതില് ഇപ്പൊ പറഞ്ഞ കൊക്കക്കോള, പെപ്സി, അത് ഷുഗർ സ്വീറ്റൻഡ് ബിവറേജസ് എന്നാണ് നമ്മൾ പറയുക. പഞ്ചസാര ആഡ് ചെയ്തിട്ടുള്ള ഏത് പാനീയവും പല്ലിന് കേടാണ്. അത് ദന്തക്ഷയം മാത്രമല്ല, ഒരുപാട് ആസിഡിക് ആണെങ്കിൽ അത് പല്ല് ഇറോഷനും കൂടി ഉണ്ടാക്കാൻ സാധ്യതയുള്ള പാനീയങ്ങളാണ്. അതുപോലെ ചോക്ലേറ്റുകൾ ഇപ്പൊ നമുക്ക് നിർത്താൻ പറ്റുക എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ചോക്ലേറ്റ് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ചോക്ലേറ്റ് തീരെ കഴിക്കേണ്ട എന്നല്ല നമ്മൾ പറയാറ്. അതിന്റെ എണ്ണം ഉറപ്പായിട്ടും കുറയ്ക്കണം. അത് എപ്പോ കഴിക്കുന്നു എന്നുള്ളത്. ഇപ്പൊ നമ്മളൊരു പ്രധാനപ്പെട്ട മീൽ, ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു, അതിന്റെ തൊട്ട് പുറകെ എന്തെങ്കിലും ഒരു ചോക്ലേറ്റ് കഴിച്ചാൽ അത് അത്ര അപകടമല്ല. ഉടനെ വായ കഴുകാനുള്ള ശീലമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. എപ്പോ എന്ത് ഭക്ഷണം കഴിച്ചാലും ഒന്ന് വായ കഴുകുമെങ്കിലും നമുക്ക് ചെയ്യാം, 2 നേരം പല്ല് തേക്കുകയും ചെയ്യും. ഡോക്ടർ, ഈ വിസ്ഡം ടീത്തുകൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നോക്കൂ, പൊതുവെ നമ്മുടെ എവല്യൂഷന്റെ ഭാഗമായി നമ്മളുടെ ജോസിന്റെ സൈസ്, മേൽത്താടിയുടെയും കീഴ്ത്താടിയുടെയും അളവില് ക്രമേണ കുറവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വായിലെ അവസാനത്തെ പല്ലുകൾ, തേർഡ് മോളാസ് എന്ന് സയന്റിഫിക് ആയിട്ടും പൊതുവിൽ അതിനെ വിസ്ഡം ടീത്ത് എന്നാണ് അറിയപ്പെടുന്നത്. അത് ഒരു 16 വയസ്സിന്റെ മുകളിലാണ് അത് സാധാരണ വരാറുള്ളത്. 16നും 24 വയസ്സിനും ഇടയ്ക്കാണ് അത് വരിക. പലപ്പോഴും നമ്മളിപ്പോ കണ്ടുവരുന്ന ഒരു കാര്യം, അത് ആ പല്ലുകൾക്ക് മുഴുവനായിട്ടും വായിൽ ഇറപ്റ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇല്ലാതെ വരികയും അത് മറ്റു പല്ലുകളെ, അടുത്ത് നിൽക്കുന്ന പല്ലുകളുടെ ആരോഗ്യത്തിനെ പലപ്പോഴും പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഈ പല്ലുകളെ, ഭാഗികമായി മാത്രം മുളച്ചിട്ടുള്ള ഈ പല്ലുകളെ എടുത്തു കളയേണ്ടി വരാറുണ്ട്. അതൊരു വളരെ സാധാരണമായും എന്നാൽ ആവശ്യമായ ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണ്. നമുക്കൊന്ന് രോഗിയെ പരിശോധിച്ച് എടുക്കേണ്ട പല്ലാണോ, അത് വരുവോ ഇല്ലയോ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് എടുത്തു കളയാവുന്നതാണ്. ഡോക്ടർ, നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. മലപ്പുറത്ത് നിന്ന് ഇബ്രാഹിമാണ്. ഇബ്രാഹിം, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ സാറേ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ ഇബ്രാഹിം. സാറേ, പിന്നെ ഞാൻ എന്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് സാറേ. മോള് 8ാം മോൾക്ക് എത്ര വയസ്സായി? 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് സാറേ. ശരി. അവള് മുകളിലത്തെ പല്ല് കുറച്ച് ചാടി നിൽക്കുന്നുണ്ട്. അത് ഇപ്പൊ ഈ പല്ല് കെട്ടിക്കുകയാണെങ്കിൽ അത് ഇനി പല്ല് എടുക്കേണ്ടി വരും സാറേ? ചോദ്യം വ്യക്തമായി. അപ്പൊ ഇവിടെ 13 വയസ്സായുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ഏകദേശം പെർമനന്റ് ടീത്ത് എല്ലാം തന്നെ പുറത്ത് വന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ പല്ല് പൊന്തിയിരിക്കുക അല്ലെങ്കിൽ നിര തെറ്റിയിരിക്കുക എന്ന് പറയുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിനെ ചികിത്സിക്കുന്ന ഒരു രീതിയാണ് ഓർത്തഡോണ്ടിക്സ് അല്ലെ ബ്രേസസ് ട്രീറ്റ്മെന്റ്, കമ്പി ഇടുക എന്ന് പറയുന്നത്. അപ്പൊ അതിന് പല്ല് എടുക്കേണ്ടി വരുമോ എന്നുള്ളത് ഓരോ രോഗിയെയും മാത്രം കണ്ട് മാത്രമേ നമുക്കത് തീരുമാനിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതിനെ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റുകളുണ്ട്. ആ ഡോക്ടേഴ്സിനെ കണ്ട് അവരുടെ നിർദ്ദേശം അനുസരിച്ച് ചിലപ്പോൾ നമുക്ക് പല്ല് എടുക്കേണ്ടി വരും.
അങ്ങനെ എടുക്കേണ്ടി വരുവാന്നുണ്ടെങ്കിൽ ഇടയിലുള്ള പ്രീ മോളാർ എന്ന് പറയുന്ന പല്ലുകളാണ് സാധാരണ നമ്മൾ ഇതിനു വേണ്ടി എടുക്കാറ്. ആ എടുക്കുന്ന ആ സ്ഥലത്തേക്കാണ് ഉന്തി നിൽക്കുന്ന പല്ലുകളെ നമ്മൾ പുറകോട്ട് വലിക്കുകയും നിരയിലാക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ പ്രായം കറക്റ്റ് സമയമാണ് 13-14 വയസ്സിലാണ് ശരിക്കും കറക്റ്റ് ആയിട്ട് ഒരു ഡോക്ടറെ സമീപിക്കേണ്ട ടൈം. എന്താ വെച്ചാൽ ഈ ചികിത്സയ്ക്ക് ഒരു 1.5 കൊല്ലമൊക്കെ എടുക്കും ഇബ്രാഹിം. അതുകൊണ്ട് ഉടനെ തന്നെ ഡോക്ടറെ കാണിച്ചോളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. ഡോക്ടർ, ഈ പല്ല് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു സംശയമാണ്. അത് പല്ലിന്റെ ഇനാമൽ നഷ്ടപ്പെടുമോ എന്ന് പലർക്കും ഭയമുണ്ട്. അങ്ങനെ ഒരു കാര്യമുണ്ടോ? താങ്ക് യു. ആ ക്വസ്റ്റ്യൻ വളരെ വിലപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് പല്ലുകൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇനാമൽ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല്ലിന്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് മെക്കാനിക്കൽ ആയിട്ടുള്ള ക്ലീനിങ് ആണ്. അപ്പൊ നമ്മളുടെ പേഴ്സണൽ കെയർ, നമ്മൾ 2 നേരം നല്ല രീതിയിൽ പല്ല് തേച്ചില്ലെങ്കിൽ പല്ലിൽ കക്ക പിടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതിനെ ഒരു ഡെന്റിസ്റ്റിനെ അടുത്ത് സമീപിച്ച് ഡെന്റൽ ക്ലീനിങ് ചെയ്യുക എന്ന് പറയുന്നത് മോണയുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഒരിക്കലും ഒരു എന്താ പറയാ പല്ലിന്റെ ഇനാമൽ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കൊന്നും പോകേണ്ടതില്ല. വർഷത്തിൽ 1 പ്രാവശ്യം ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് യാതൊരു പാർശ്വഫലങ്ങളും ഉണ്ടാകേണ്ടതില്ല. മറിച്ച് അത് നമ്മുടെ സ്വന്തം പല്ലുകളെ ഒരുപാട് കാലം കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. നമുക്ക് കൂടെ കൂടെ ക്ലീനിങ്ങിന്റെ ആവശ്യം വരേണ്ടതില്ല. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ 1 പ്രാവശ്യം നമ്മൾ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഡോക്ടർ ശരിയായ രീതിയിൽ എങ്ങനെയാണ് പല്ല് തേക്കേണ്ടത് എന്ന് നമുക്ക് പറഞ്ഞു തരും. അത് പിന്നെ പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യം സാധാരണ ഗതിക്ക് വരാറുണ്ട്. ശരി ഡോക്ടർ, വ്യക്തമാണ്. വായുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമുക്കൊപ്പം ചേർന്നത് കോട്ടയം ഗവൺമെന്റ് ഡെന്റൽ കോളേജിലെ പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ വിവേക് നാരായണനാണ്. ഡോക്ടർ, നന്ദി. താങ്ക് യു. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.